നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പാർലമെന്റിനകത്തും പുറത്തും കൃത്യമായും അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ സമാനതകളില്ലാത്ത സമരം തുടരവേ എങ്ങനെയും അതിനെ ദുർബലപ്പെടുത്താൻ പരമാവധി വളഞ്ഞ വഴി ഉപയോഗിക്കുകയാണ് BJP. അതിനായാണ് രാഹുൽ ഗാന്ധിയെ നിർവീര്യമാക്കാൻ കൃത്യമായും അദ്ദേഹത്തിനെതിരെ നിരവധിയായ കള്ളക്കേസുകൾ വീണ്ടും കുത്തിപ്പൊക്കി അദ്ദേഹത്തിനെ അയോഗ്യനാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, സസ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന ആലോചനയിൽ ഉള്ളത്. സ്പീക്കർ ഓം ബിർള, രാജ്യസഭയിൽ അവിടുത്തെ ചെയർമാനായിട്ടുള്ള ജഗദീപ് ധൻഖർ അതാത് തലത്തിൽ BJPയെ പരമാവധി സഹായിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ BJPക്കുള്ളിൽ ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ഗഡ്കരി ശക്തമായി തന്നെ BJPയുടെ നയങ്ങളെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നു. നരേന്ദ്രമോദിക്ക് മാത്രം പ്രായപരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധകമല്ലേ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. അമിത്ഷായെ പോലുള്ള വ്യക്തികളെ സംരക്ഷിച്ചു പിടിക്കാൻ BJP എന്തിനാണ് ശ്രമിക്കുന്നത്? BJPയുടെ പിന്തുണയല്ല വാസ്തവത്തിൽ അമിത്ഷായെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ഏകാധിപത്യ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നത്. രാജ്നാഥ് സിംഗിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പാലിക്കുന്ന സംയമനം പോലും അമിത്ഷായെ പോലെ താരതമ്യേന ജൂനിയറായ ഒരു വ്യക്തി പാലിക്കുന്നില്ല എന്നുള്ള ശക്തമായ വിയോജിപ്പ് ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ BJPയുടെ കോർ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നിരയും അതിശക്തമായി JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി യോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശ്വാസ്യത പുലർത്തുന്ന വേളയിൽ നിരവധിയായിട്ടുള്ള നിർണായക ബില്ലുകൾ അത് JPCക്ക് വിടുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് BJP മുഖവിലക്കെടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അവരുടെ അജണ്ടയായിട്ടുള്ള 1 ഇന്ത്യ 1 ഇലക്ഷൻ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 3/2 ഭൂരിപക്ഷം വേണം എന്നുള്ളത് മാത്രമല്ല, വാസ്തവത്തിൽ ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അവിശ്വാസ പ്രമേയം പാസ്സാക്കിയെടുത്താൽ വാസ്തവത്തിൽ അത് മന്ത്രിസഭയുടെ രാജിയിലേക്ക് എത്തും. മോദി മന്ത്രിസഭ രാജിവെക്കാൻ എല്ലാ സാഹചര്യവും ഒത്തുവന്നിരിക്കുകയാണ് എന്ന് വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഒരു അത്ഭുതത്തോടെയാണ് അത് രാജ്യം ശ്രവിക്കുന്നത്. നരേന്ദ്രമോദി മന്ത്രിസഭ 6 മാസത്തിനുള്ളിൽ രാജിവെക്കും എന്ന അസാധാരണ പ്രഖ്യാപനം കൂടി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമ്പോഴാണ് BJPയിലെ MPമാർ വാസ്തവത്തിൽ മുന്നണി വിടാനുള്ള സംവിധാനത്തെപ്പറ്റി ആലോചനയിൽ വ്യാപൃതരാകുന്നത്. ബംഗാളിലുള്ള ഇപ്പോഴത്തെ 4 MPമാർ BJP വിട്ട് തൃണമൂലിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നതും മധ്യപ്രദേശിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു എന്നതും BJPയെ വിറളി പഠിപ്പിക്കുകയാണ്. പ്രതിപക്ഷം കൂടുതൽ ശക്തമാവുകയും ഭരണപക്ഷം ദുർബലമാവുകയും ചെയ്യുന്ന കാഴ്ച അത് നരേന്ദ്രമോദിക്ക് വലിയ ആഘാതമായിരിക്കും ഉണ്ടാക്കുന്നത്. രാജിയിലേക്ക് പോകേണ്ടി വരും. മന്ത്രിസഭ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ്ടും തിരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നത് മാറി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകാൻ പോവുകയാണ്.